സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കണ്ടൊരു വാർത്തയാണ്, അല്ലെങ്കിൽ ഇന്ന് കണ്ടൊരു മാധ്യമങ്ങളിലെല്ലാം കണ്ടൊരു കാര്യമാണ് വിനായകന്റെ വികൃതി എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് വിനായകൻ എന്ന് പറയുന്നൊരു മനുഷ്യനെ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്ക വിളിക്കുകയും അതിനുശേഷം മമ്മൂക്ക അദ്ദേഹത്തിന് കൊടുത്തൊരു റോളിനെ പറ്റി എല്ലാം മമ്മൂക്കയുടെ ഈ മൂവിയുടെ പ്രസ് മീറ്റിനും അതേപോലെ ഇവന്റിനും ഒക്കെ മമ്മൂക്ക പറയുകയുണ്ടായി. ആ വേദിയിൽ വെച്ച് തന്നെ വിനായകനെ ചേർത്ത് പിടിക്കുകയും ഒരു ജ്യേഷ്ഠനെ പോലെ വിനായകനെ കരുതുകയും ചെയ്യുന്ന, അല്ലെ ഒരു കരുതൽ കൊടുക്കുകയും ചെയ്യുന്ന ഒരു മമ്മൂക്കയാണ് നമ്മൾ കണ്ടത്. ചേർത്ത് പിടിക്കലിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം, അല്ലെ ചേർത്ത് പിടിക്കലിന്റെ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് നമ്മൾ മമ്മൂക്കയിൽ കൂടി കണ്ടത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലും അതിന് മുൻപുള്ള ദിവസങ്ങളിലും എല്ലാം മമ്മൂക്കയുടെ ഓരോ രീതിയിലുള്ള പ്രവർത്തികൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അതായത് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രായത്തിൽ, ഈ ഒരു പ്രായത്തിൽ അദ്ദേഹം വന്ന വഴികൾ മറക്കാതെ എല്ലാ ആളുകളെയും തന്റെ അടുത്തേക്ക് തന്നെ ചേർത്ത് പിടിക്കുന്നത്, നിറമോ മതമോ ജാതിയോ മണമോ ഒന്നും നോക്കാതെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് തന്നെ ചേർത്ത് പിടിക്കുകയും അവർക്ക് വേണ്ടുന്നൊരു അംഗീകാരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്നലകളിൽ വന്ന വഴികളൊന്നും മറക്കാത്തൊരു മനുഷ്യൻ തന്നെയാണ് മമ്മൂക്ക എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അങ്ങനെ മമ്മൂക്ക വിനായകനെ ചേർത്ത് പിടിക്കുകയും വിനായകന്റെ കണ്ണുകൾ ഈറനണിയുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ഞാൻ ഈ സൈഡിൽ ആ വീഡിയോ കാണിച്ചു തരാം. അപ്പൊ അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ തന്നെ മമ്മൂക്ക പറയുന്നുണ്ട്, വിനായകൻ ഒരു വികൃതി കുട്ടിയാണ്. ഈ വികൃതി കുട്ടിയാണെങ്കിൽ പോലും വിനായകന്റെ ഉള്ളിലുള്ള ഒരു മനസ്സ്, അത് നമ്മൾ അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അയാൾ പാവമാണ്. നമുക്കറിയാം, സൺഡേ ഹോളിഡേ എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്. അതേ രീതിയിൽ തന്നെയാണ് മമ്മൂക്ക പറയുന്നത്. സൺഡേ ഹോളിഡേയിൽ പറയുന്നത് ഇങ്ങനെയാണ്: അടുത്തറിഞ്ഞാൽ എല്ലാ ആളുകളും പാവമാണ് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ KPSC ലളിത ആ അമ്മ പറയുന്നൊരു ഡയലോഗാണത്. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് മമ്മൂക്കയും പറയുന്നത്. വിനായകൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാൾ വ്യക്തി ജീവിതത്തിൽ എന്തും ആയിക്കോട്ടെ, പക്ഷേ അയാൾ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ അയാൾ പുലിക്കുട്ടിയാണ്, അയാൾ അടിപൊളി അഭിനയമാണ്, അയാൾക്ക് സംസാരിക്കാൻ അറിയില്ല, പക്ഷെ നല്ല രീതിയിൽ അഭിനയിക്കുമെന്നാണ് മമ്മൂക്ക പറയുന്നത്. അത്രയും വലിയൊരു അംഗീകാരം ഇനി കിട്ടാനുമില്ല. അപ്പം അങ്ങനെ പറയുമ്പോൾ വിനായകന് വിഷമം ഉണ്ടായി. വിനായകന്റെ കണ്ണുകൾ ഈറനണിഞ്ഞുകൊണ്ട് തന്നെ മമ്മൂക്കയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിനായകനെ നമ്മൾ കണ്ടു. ഒരു വാത്സല്യം നിറഞ്ഞ, ഒരു ഓമനത്വം നിറഞ്ഞ, ഒരു പാവം ഒരു കുട്ടിയെ പോലെ തന്നെയാണ് വിനായകൻ, മമ്മൂക്ക എന്ന് പറയുന്ന വലിയ മനുഷ്യന്റെ മുൻപിൽ നിന്നത്. അപ്പോൾ വിനായകനെ ഇന്ന് ഈ കാണുന്ന രീതിയിലേക്ക്, ഇന്നലകളിൽ പോലീസ് സ്റ്റേഷനിലും മറ്റിടങ്ങളിലും എല്ലാം പബ്ലിക് ശല്യമായിക്കൊണ്ടിരുന്ന ഒരു വിനായകനെ ഒരു നല്ലൊരു മനുഷ്യനാക്കി ഇന്റർവ്യൂസിലൊക്കെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്ന, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അവരെ എല്ലാം എന്താ പറയുക, അവരുടെ എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുന്ന, അവർ പറയുന്ന എല്ലാം കേൾക്കുന്ന ഒരു പാവം പിടിച്ച ഒരു കുട്ടിയെ പോലെ ആക്കിയെടുത്ത മമ്മൂക്ക, അതിൽ മമ്മൂക്കയുടെ പങ്ക് വളരെ വലുതാണ്. ആ മമ്മൂക്ക അവനെ കീഴടക്കിയത് പണം കൊണ്ടോ അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഒരു ശക്തി കൊണ്ടോ ഒന്നുമല്ല. മമ്മൂക്കയുടെ ഉള്ളിലൊരു ശക്തിയുണ്ട്. ആ ശക്തി ഒരു എന്താ പറയുക, ബലപ്രയോഗമൊന്നുമല്ല. പക്ഷേ ആ മമ്മൂക്കയുടെ മനസ്സാണ്. ആ മനസ്സുകൊണ്ട് തന്നെയാണ് മമ്മൂക്ക ഈ പറയുന്ന വിനായകനെ കീഴ്പ്പെടുത്തിയത്. വിനായകന്റെ തെറ്റുകൾ മനസ്സിലായി. വിനായകൻ എല്ലാവരോടും പറയുന്നുണ്ട്, എനിക്ക് പബ്ലിക്കലി ഇറങ്ങി നടക്കാൻ ഞാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണ്. കാരണം എൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവരെ ഫേസ് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും എൻ്റെ അടുത്ത് അവർ പറഞ്ഞാൽ തിരിച്ച് ഞാൻ എന്തെങ്കിലും പറയും, പിന്നെ അത് വലിയ പ്രശ്നമാകും, പോലീസ് സ്റ്റേഷനിലൊക്കെ പ്രശ്നമാകും എന്നൊക്കെ തന്നെ വിനായകൻ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിനായകൻ പറഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ഇന്റർവ്യൂ വരുന്നു. ആ ഇന്റർവ്യൂവിൽ വിനായകൻ്റെ അടുത്ത് ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യം ചോദിക്കുന്നു. അത് ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യമല്ല, വിനായകൻ്റെ അടുത്ത് ആ ഇന്റർവ്യൂ ഫുള്ളായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് തന്നെയാണ്. മനോരമ ന്യൂസിന്റെ, അല്ലെ മനോരമ ഓൺലൈൻ എന്ന് പറയുന്ന ചാനലിലാണ് ഈ ഒരു ഇന്റർവ്യൂ നടന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ വിനായകന്റെ വ്യക്തി ജീവിതത്തെ പറ്റി ചോദിക്കുമ്പോൾ വിനായകൻ അതിന് കൊടുക്കുന്ന മറുപടികളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഈ വിനായകന്റെ വികൃതി എന്ന് പറഞ്ഞുകൊണ്ട് പല ഷോർട്സിലും വരുന്ന ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എനിക്കറിയാം നിങ്ങൾ ചോദിക്കൂന്ന്, എനിക്കിട്ട് പണി തരൂന്ന് എനിക്കറിയാം. ഇതിനു കള്ള എനിക്കിട്ട് പണി തരൂന്ന് എനിക്ക് ഉറപ്പാണത്. കണ്ടില്ല, ഇതാണിപ്പോൾ മാധ്യമങ്ങളിലെല്ലാം അല്ലെങ്കിൽ എല്ലാ ആളുകളും ചർച്ച ചെയ്യുന്ന വിനായകൻ മമ്മൂക്കയുടെ ഒപ്പം നിന്നപ്പോൾ പാവമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വിനായകന്റെ ശരിക്കുള്ള സ്വഭാവം, തനി സ്വഭാവം പുറത്തേക്ക് വന്നു. വിനായകൻ മാധ്യമപ്രവർത്തകനെ ചീത്ത വിളിക്കുന്ന, അടിക്കാൻ ചെല്ലുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കാര്യം വന്നിരിക്കുന്നത്. പക്ഷേ ഇത് ഞാൻ എല്ലാവരും പറയുന്ന പോലെ ഒരു ഹൈപ്പിന് വേണ്ടി ഞാൻ പറയുന്നില്ല. ഇത് വിനായകൻ ജസ്റ്റ് അവർക്കൊരു എന്താ പറയുക, ബൈറ്റ്, അല്ലെങ്കിൽ എല്ലാ ആളുകളും വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഇവൻ വീണ്ടും തുടങ്ങിയോ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവരൊരു ക്ലിപ്പ് ഇട്ടിരിക്കുന്ന മാത്രമാണ്. ഇതൊരിക്കലും അതിൽ നടന്നൊരു കാര്യമല്ല, ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു ക്ലിപ്പാണ്. പക്ഷേ ഈ വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെയും വിനായകൻ്റെ അടുത്ത് അയാളുടെ വ്യക്തി ജീവിതത്തെ പറ്റി, സിനിമയ്ക്ക് അപ്പുറത്തേക്ക് അയാളുടെ വ്യക്തി ജീവിതത്തെ പറ്റിയാണ് അവതാരകൻ ചോദിക്കുന്നത്. അതിനൊക്കെ വിനായകൻ റെസ്പോണ്ട് ചെയ്യുന്ന രീതികളും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വിനായകൻ വളരെ മര്യാദയ്ക്ക് തന്നെയാണ് അയാൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അയാളുടെ വ്യക്തി ജീവിതത്തെ പറ്റിയും അയാളുടെ ആ പോലീസ് സ്റ്റേഷനിലുള്ള വിഷയങ്ങളെ പറ്റിയും ഒക്കെ ഇവർ ചോദിക്കുമ്പോൾ വിനായകൻ ഒരു രോഷാകുലനാകുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിന് വിനായകൻ കൊടുക്കുന്ന നല്ല രീതിയിൽ തന്നെ മറുപടിയും കൊടുത്ത് വിടുന്നുണ്ട്. അപ്പോൾ എന്താണ് മനോരമ ന്യൂസിൽ വന്നിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഇതാണ് ബ്ലെസ്സിങ്. ബാബ ഉണ്ടെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞതാണ്. ബാബ ഉണ്ട്, അല്ലെങ്കിൽ ഈ പടം എനിക്ക് കിട്ടില്ല. പക്ഷെ എന്താലേ മമ്മൂക്കയുടെ ഹീറോയെ
അതിപ്പോഴും തീരുമാനമായിട്ടില്ല. ഞങ്ങൾ സിനിമ കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ പൊട്ടിച്ച് കളഞ്ഞതാ. ഇവർ പറഞ്ഞ് പൊട്ടിക്കണ്ടെന്ന്. ഞാൻ അങ്ങനെ പൊട്ടിക്കണം, ഞാൻ തന്നെയാണ് വിനായകൻ, ഞാൻ തന്നെയാണ് നായകൻ. ഏതാണ്ട് ഒരു 6 മാസവും ഞാനിതിങ്ങനെ പിടിച്ചു നിർത്തിക്കണം. എനിക്കിന്ന് പറയണം, ഞാനാണ് ഈ പടത്തിലെ നായകൻ, നായകൻ തന്നെയാണ് ഈ പടത്തിലെ നായകൻ. അവസാനം സിനിമ ഇറങ്ങി കഴിയുമ്പോൾ മറ്റേ ആങ്കർ വിനായകൻ പറ്റിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വരുമോ? അത് അങ്ങനെയുണ്ട് കേട്ടോ, സൈക്കോളജിയാണ്. കണ്ട ഇനിയിപ്പോൾ അവസാനം മമ്മൂക്കയാകുമോ എന്നുള്ളതല്ലേ, അങ്ങനെയല്ലേ നിങ്ങൾ ചിന്തിച്ചത്? അത് നമുക്ക് സിനിമ കാണുമ്പോൾ കാണാം. എന്തായാലും സാധ്യതയുള്ള കഥാപാത്രങ്ങളോട് അദ്ദേഹത്തിന് ഒരു ആഭിമുഖ്യം കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട്. നമുക്കിപ്പോൾ മറ്റു ഭാഷയിലൊക്കെ ഇതുപോലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആക്ടേഴ്സൊക്കെ ആണെങ്കിൽ അവർ കൂടുതൽ ഒരു ടെംപ്ലേറ്റിൻ്റെ പുറകെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ ചോയ്സുകളാണ്. പക്ഷേ ഇപ്പം മമ്മൂക്കയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. അദ്ദേഹത്തിൻ്റെ നടനെ എപ്പോഴും തൃപ്തിപ്പെടുത്താൻ നോക്കുന്ന ഒരു സ്വഭാവമുള്ള ആളാണ്. ഈ കഴിഞ്ഞൊരു 1.5 വർഷത്തിനിടയിൽ ഒന്നിലധികം തവണ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് വിനായകന് അവിടെ കയറേണ്ടി വന്നിട്ടുണ്ട്, ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്കാണ് ഇപ്പോൾ ഇതിൻ്റെ ഷൂട്ടും ഈ പറഞ്ഞ പോലെ ഒരു പോലീസ് വേഷവും കാണുന്നത്. ആ പോലീസ് വേഷത്തിലേക്ക് എത്തിയപ്പോൾ വിനായകൻ്റെ ഒരു എന്താ ഫീൽ എന്തായിരുന്നു? ദിനു എന്നെ ശരിക്കും അറിയാം. ഇവിടെയാണ് വിനായകന്റെ പേഴ്സണൽ ലൈഫിനെ പറ്റി ചോദിച്ചു തുടങ്ങുന്നത്. അവിടം കൊണ്ട് തന്നെയാണ് വിനായകൻ മറുപടിയും കൊടുത്തു തുടങ്ങുന്നത്. എന്തിനാണ് സിനിമയുടെ ഒരു ഇന്റർവ്യൂവിനോട് വിളിച്ചു വരുത്തുമ്പോൾ അവരുടെ പേഴ്സണൽ ലൈഫിനെ പറ്റി സംസാരിക്കുന്നത്? അത് അവിടെ കഴിഞ്ഞ കാര്യമാണ്. അയാൾ ആ സമയത്ത് അയാൾക്ക് എന്തെങ്കിലും ഒരു ഫ്രസ്ട്രേഷനിൽ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു കാര്യം അയാൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞു. അയാൾ പറഞ്ഞ എന്താണ്, ഞാൻ എന്തുകൊണ്ടാണ് പബ്ലിക്കിനിടയിൽ വരാത്തത്? എനിക്ക് ഒരു പ്രൈവസി, എനിക്ക് ഒരുപാട് താല്പര്യമുള്ളത് കൊണ്ടൊന്നുമല്ല. എനിക്ക് ഈ പറയുന്ന ക്രൗഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്നതും എന്നെ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത്, സെൽഫി എടുക്കുന്നതും ഒക്കെ എനിക്കിഷ്ടമാണ്, ഇൻ്റർവ്യൂസിന് വരുന്നതും ഒക്കെ എനിക്കിഷ്ടമാണ്. പക്ഷേ അങ്ങനെ വരുമ്പോഴും അവിടെ ഒരു 10 പേര് എന്നെ തോണ്ടി പല ചോദ്യങ്ങൾ ചോദിക്കും. അതൊരു പക്ഷെ നല്ല രീതിയിലാവാം, അല്ലെങ്കിൽ മോശമായിട്ടാവാം. ആരെങ്കിലും എൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യേണ്ട രീതി അറിയില്ല. അത് എൻ്റെ തെറ്റ് തന്നെയാണ്. അതിന് ഞാൻ ആരോടും മാപ്പ് ചോദിക്കുന്നില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലേക്ക് ഒതുങ്ങി കൂടുകയാണ് ചെയ്യുന്നതെന്നാണ് വിനായകൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടും വിനായകനെ വിളിച്ചിരുത്തിക്കൊണ്ട്, ആ പറഞ്ഞതിനൊക്കെ ശേഷമുള്ളൊരു ഇൻ്റർവ്യൂ ആണെന്ന് മനസ്സിലാക്കണം, അതിനുശേഷം വിനായകനെ വിളിച്ചിരുത്തിക്കൊണ്ട് ഈ ഒരു ചോദ്യം ചോദിക്കുന്നതിൽ എന്ത് റിലവൻസ് ആണുള്ളത്? അവരുടെ വ്യക്തി ജീവിതത്തിൽ അവരെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അവരുടെ സിനിമാ ജീവിതത്തെ നിങ്ങൾ സംസാരിക്കാൻ വിളിക്കുമ്പോൾ അതിനെപ്പറ്റി മാത്രം ചോദിച്ചാൽ പോരെ? എന്തൊരു മ്ലേച്ഛകരമായിട്ടൊരു പ്രവൃത്തിയാണല്ലേ അവതാരകൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും അവന് അന്നനാളത്തിലേക്ക് തന്നെ നിറയൊഴിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അന്നനാളം നിറയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് വിനായകൻ മറുപടി കൊടുക്കുന്നത്. അയാൾ അസഭ്യമായിട്ടുള്ള ഭാഷയൊന്നും ഉപയോഗിച്ചിട്ടില്ല. അയാൾ സഭ്യമായിട്ടുള്ള രീതിയിൽ, നല്ല രീതിയിൽ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിനു മുൻപൊന്നും വിനായകൻ്റെ ഇൻ്റർവ്യൂസ് ഇങ്ങനെ മര്യാദക്കുള്ള ഇൻ്റർവ്യൂസ് ഒന്നും കണ്ടിട്ടില്ല. എല്ലാം മിക്കവാറും ഒരേ റേഞ്ചിൽ പോകുന്ന ഇൻ്റർവ്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ മിക്കപ്പോഴും അയാൾ മുഖം കൊടുക്കാറുമില്ല. എന്നാൽ ഇതിലിപ്പം വിനായകന് ഒരു കോൺഫിഡൻസ് വന്നിരിക്കുകയാണ് ആളുകളുടെ മുൻപിൽ റെസ്പോണ്ട് ചെയ്യാൻ. അതെങ്ങനെയാണ്? അത് ആ മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യൻ്റെ ആ ഒരു ഓറ കൊണ്ട് തന്നെയാണ് വിനായകൻ ഈ മാറ്റങ്ങൾ ഉണ്ടായതെന്നുള്ളത് വിനായകൻ തന്നെ എടുത്ത് പറയുന്നുമുണ്ട്. അപ്പം നമുക്ക് എന്താണ് ഇവിടെ ഇനി നടക്കാൻ പോകുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിൽ മെയിൻ കാര്യം തന്നെ ഇതിൽ ബോഡി ലാംഗ്വേജിലുള്ളൊരു പോലീസുകാരനാണ്. പോലീസ് വേഷം ഇട്ടിട്ടുള്ള ഒരു പോലീസുകാരനല്ല. പോലീസ് വേഷം ഇട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ പോലീസ് വേഷം നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഭയങ്കര സോഫ്റ്റായിട്ട് അവർ സംസാരിക്കുകയുള്ളൂ, അത്ര വലിയ കാണിക്കുള്ളൂ. പക്ഷേ സിവിൽ ഡ്രസ്സിൽ വരുന്ന പോലീസുകാരെന്ന് വെച്ചാൽ പൊളിച്ചു കളയും നമ്മളവർ. അവരുടെ ബോഡി ലാംഗ്വേജ് അതാണ് ഞാൻ ട്രൈ ചെയ്തത്. നടന്നിട്ടുണ്ടെന്ന് തോന്നണം. യൂണിഫോമിൽ വരുമ്പോൾ എപ്പോഴും യൂണിഫോമിലുള്ള പോലീസുകാർ എപ്പോഴും പാവങ്ങളായിരിക്കും. ജഡ്ജ് ചെയ്യാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റും. മറ്റവരെ പക്ഷേ ഡെഡ്ലിയാണ് അവർ. സിവിൽ ഡ്രസ്സിൽ വരുന്ന ലൈക്ക് ക്രൈം ബ്രാഞ്ച്, ക്യൂ ബ്രാഞ്ച് എന്നൊക്കെ മദ്രാസിൽ പറഞ്ഞ പോലെ ഇവിടെ നമ്മുടെ ഇവിടെ ക്രൈം ബ്രാഞ്ച് എന്നൊക്കെ പറയണില്ലേ, അവിടെ ബോഡി ലാംഗ്വേജ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പൊളിച്ചു കളയും നമ്മൾ എത്ര വലിയവരാണെങ്കിലും. പക്ഷേ ഡ്രസ്സ് സിവിലായിരിക്കും. ഒറിജിനലി പോലീസ് ഡ്രസ്സിൽ വന്നവർ അവിടെ നോക്കിക്കോ, അടുത്ത പ്രാവശ്യം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ നോക്കിക്കോ, അവർ ഭയങ്കര ശാന്തിയായിരിക്കുള്ളൂ. അവർ എപ്പോഴും കോംപ്രമൈസിലായിരിക്കുള്ളൂ. പോലീസ് വേഷം എപ്പോഴും കോംപ്രമൈസ് ആയിരിക്കും. പക്ഷേ സിവില് സമ്മതിക്കില്ല അവരിങ്ങനെ നിൽക്കും. സ്വന്തം അനുഭവങ്ങളിൽ എന്തോരം എൻ്റെ സെൻട്രൽ സ്റ്റേഷനിൽ എൻ്റെ വീടാണല്ലോ, എനിക്ക് 2 വീടാണല്ലോ എറണാകുളത്ത്. ഒന്ന് എൻ്റെ വീട്, ഒന്ന് സെൻട്രൽ സ്റ്റേഷൻ പോലീസും. ഇപ്പോഴാണ് കസ്ബയിലോട്ട് മാറിയത്. മുമ്പ് ഞാൻ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ മകനാണ്. ഞാനാണ് അവിടെ ക്ലീൻ ചെയ്യുന്നത്. വന്നിട്ടോ ഫയലൊക്കെ ക്ലീൻ ചെയ്യാൻ ചോദിച്ചു നോക്ക്. സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഞാനും എൻ്റെ ഫ്രണ്ടും മരിച്ചോയി വിശ്വൻ, ഞങ്ങൾ പോയിട്ടാണ് ഫയൽ ക്ലീൻ ചെയ്യുന്നത്. എൻ്റെ വീടാണ് അത്, സെൻട്രൽ സ്റ്റേഷനായിട്ടാണ്. ഇപ്പോൾ ഞാൻ കസ്ബയിലോട്ട് മാറി. പക്ഷെ അത് ജനമൈത്രി പോലീസ് അല്ലാത്ത കാലമായിരുന്നു. ജനമൈത്രിയിൽ ഞാൻ പറഞ്ഞത് കസ്ബേ സെൻട്രൽ സ്റ്റേഷൻ. പൊതുവെ പോലീസുകാർ ജനമൈത്രിയുടെ പാത സ്വീകരിച്ചു. ജനമൈത്രിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പണിയുന്നത്. അവർ ജനമൈത്രി എന്ന് പറഞ്ഞോളൂ, പണി ഒരു ജനമൈത്രി ഇല്ല. ഇത് പക്ഷേ ഒരു അല്പം നമ്മൾ കാണുമ്പം സ്റ്റബേണാണ് ലുക്സിൽ തന്നെ, പക്ഷേ നോട്ടം ഭയങ്കര ഷാർപ്പാണ്, ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. എന്ത് ഒബ്സർവേഷൻ ആണ് അത് ഉൾക്കൊണ്ടിരിക്കുന്നത്? ബാക്കപ്പ് ഇരിക്കണേ, സിസ്റ്റം ബിഹൈൻഡ് മീ, ലൈക്ക് ഇപ്പോൾ പവറൊക്കെ ആണ്. അതേസമയം നമ്മളൊരു പോലീസ് ഡ്രസ്സിലാണെങ്കിൽ അത് ഉണ്ടാവില്ല. അവരെപ്പോഴും കോംപ്രമൈസാണ്. കാക്കിയിട്ട പോലീസുകാരെപ്പോഴും കോംപ്രമൈസാണ്. എല്ലാം ശാന്തി എന്നാണ്. പക്ഷേ ഇത് നമുക്ക് അങ്ങനെ കൊണത്തു കൊണ്ടോ അങ്ങനെയാണ്. ബിക്കോസ്
എന്താണ് ക്രൈം ബ്രാഞ്ചിൻ്റെ ഒരു ക്യൂ ബ്രാഞ്ച് എന്നൊക്കെ പറഞ്ഞു ചെന്നൈയിൽ നമ്മുടെ ഇവിടെ ക്രൈം ബ്രാഞ്ച് എന്നൊക്കെ പറഞ്ഞ പോലെ ഭയങ്കര പവർഫുൾ ആയിരിക്കും അവരുടെ ബോഡി ലാംഗ്വേജ്. കാണുമ്പോൾ നമുക്ക് അത്ര തോന്നില്ല, പക്ഷെ അവർ പൊളിച്ചോളയും. ലൈക്ക് IB മമ്മൂട്ടിയെ പോലെ അത്രയും ഒരുപാട് ആരാധകരുള്ള ഒരു നടൻ, ഒരു പ്രത്യേക നമുക്ക് പെട്ടെന്ന് ഒരു ഓറ ഫീൽ ചെയ്യും അടുത്ത് വരുമ്പോൾ. അങ്ങനെ ഒരു മനുഷ്യൻ ഓപ്പോസിറ്റ് വരുമ്പോൾ വിനായകൻ എന്നെ എവിടെ പ്ലേസ് ചെയ്യണം, ഞാൻ എന്നെ എവിടെ പ്ലേസ് ചെയ്യണം എന്ന് തോന്നുന്ന ചില സിറ്റുവേഷൻസ്, മൊമെന്റ്സ് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടോ? പുള്ളിയുടെ ഓറേനെ എനിക്ക് ഇന്നും, ഞാൻ സാധാരണ എല്ലാത്തിനും ബ്രേക്ക് ചെയ്യണവനാണ്. ഏത് കിട്ടിയാലും ഞാൻ ബ്രേക്ക് ചെയ്തിട്ട് അകത്ത് കയറും. ഇതെനിക്ക് പറ്റിയില്ല, ഇന്നും പറ്റിയിട്ടില്ല. ഇന്നലെ ഞാൻ കണ്ടില്ലേ? ഇനി ചോദിക്കാൻ പോകുന്നത് വിനായകന് എവിടെയെങ്കിലുമൊക്കെ തിരുത്തലുകൾ വേണമെന്ന് തോന്നിയിട്ടില്ല എന്നാണ് ചോദിക്കുന്നത്. അതൊക്കെ ചോദിക്കാം, കുഴപ്പമില്ല. പക്ഷേ അയാളുടെ പോലീസ് സ്റ്റേഷനിലെ പറ്റിയുള്ള വിഷയങ്ങളും അയാളുടെ ലൈഫിൽ മോശം സാഹചര്യത്തിൽ നടന്ന വിഷയങ്ങളെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ കുറച്ചൊക്കെ മര്യാദ വേണം. മര്യാദയോടുകൂടി തന്നെയാണ് അയാൾ സംസാരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു വേദിയിൽ, പൊതുവേദിയിലല്ല അത് സംസാരിക്കേണ്ടത്. അത് മനസ്സിലാക്കാത്ത കുറച്ച് ആളുകളാണ് വിനായകനോട് സംസാരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് വിനായകൻ അവരോട് മോശമായിട്ട് പെരുമാറുന്നത്. അപ്പോൾ നമുക്ക് വിനായകൻ പറയുന്ന അടുത്ത കാര്യങ്ങളാണ് ഏറ്റവും വിഷമകരമായതും അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ എന്ന് പറയുന്നത്. അതായത് വിനായകന് ഒരു പെൺകുട്ടിയോടൊപ്പം കറങ്ങാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്, വിനായകന് ക്രൗഡിനൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്, സെൽഫി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതൊന്നും വിനായകനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അത് അയാൾ വളർന്നു വന്ന സാഹചര്യമോ അയാളുടെ ചിന്താഗതിയോ ഒക്കെ തന്നെ ആയിരിക്കും കാരണമെന്ന് വിനായകൻ പറയുന്നുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും മേ ബി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമെന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെയും ഞാൻ എന്നെ സ്വയമായിട്ട് കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ചുകൊണ്ട് ഞാനായിട്ട് എൻ്റെ ഒരു പ്രൈവസിയിലേക്ക് അല്ലെങ്കിൽ എൻ്റെ സ്വകാര്യതയിലേക്ക് തന്നെ ഞാൻ ഒതുങ്ങിക്കൂടുകയാണ്. അതിൽ പരം ഒരു വിഷമകരമായിട്ടുള്ള സാഹചര്യം ഒന്നുമില്ല എന്നാണ് വിനായകൻ പറയുന്നത്. അത് നമുക്ക് എന്താണ് വിനായകൻ എടുത്തു പറയുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ പോലീസ് വേഷത്തിലേക്ക് കയറുമ്പോൾ ഉള്ള ഒരു ചില തിരിച്ചറിവുണ്ടല്ലോ, അത്തരം എന്ത് തിരിച്ചറിവുകൾ വിനായകൻ ഈ റോള് കൊണ്ടുവന്നിട്ടുണ്ട്? പോലീസ് വേഷത്തിലേക്ക് പോലീസുകാരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ, അതോ വിനായകനെ കൂട്ടായിട്ട് വിനായകൻ ഉൾക്കൊണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഈ പറഞ്ഞ നമ്മൾ ഇത്ര റോളുകൾ ചെയ്യുമ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു തിരുത്തൽ വേണം തോന്നിയിട്ടില്ല വിനായകന്? എനിക്കും നിങ്ങൾ പറയണ പോലെ ഒരു ഡിന്നറിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു പെൺകുട്ടിയായിട്ട് നടന്ന് ഡിന്നറിന് പോകണമെന്നും എല്ലാം എനിക്ക് ആഗ്രഹമുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? എനിക്കും ഇവിടെ സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഒറ്റക്കല്ല, എൻ്റെ പെണ്ണിൻ്റെ കൂടെ തന്നെ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുഴപ്പമാണ്. ഞാനതിൽ സോറി പറയേണ്ട ആവശ്യമില്ല, പക്ഷേ അതെൻ്റെ കുഴപ്പമാണ്, അത്രേ ഉള്ളൂ. എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ്. അതേ സമൂഹത്തിലേക്ക് വീണ്ടും വിനായകൻ്റെ സിനിമ വരുമ്പോൾ അവർ ഇരുകൈന്നിട്ട് സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമൂഹത്തെ കുറച്ചും കൂടി ഉൾക്കൊള്ളണ്ടേ? പിന്നെ ഉൾക്കൊണ്ട് കഴിഞ്ഞു. എനിക്ക് ആ സമൂഹത്തിനുള്ള എൻ്റെ ബഹുമാനമാണ് ഞാൻ വീട്ടിൻ്റെ അകത്തിരിക്കുന്നത്. ഇപ്പോൾ ആ സമൂഹത്തിനോട് എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. ഈ പൊതുസമൂഹത്തിനോട് ഭയങ്കര ബഹുമാനമാണ്. അതുകൊണ്ടാണ് ഞാൻ വീട്ടിലിരിക്കേണ്ടത് വന്നത്. അല്ലെങ്കിൽ ഞാൻ മനസ്സിലായില്ലേ, 10ൽ 2 വരെ തോണ്ടും, ഞാൻ കയറി പ്രശ്നം ഉണ്ടാക്കും. എന്തിനു വേണ്ട, ബെറ്റർ എൻ്റെ റൂമിൽ ഇരുന്നോളാം. അതന്നെ ഞാൻ പറഞ്ഞു. അങ്ങനെ പ്രതിസന്ധി ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടോ? നിങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യന്മാർക്കെല്ലാം ഇതുപോലെ പല പ്രതിസന്ധികളും പല പ്രശ്നങ്ങളും ഒക്കെ കടന്നു പോകുന്ന ആളുകളല്ലേ? നിങ്ങൾക്ക് എല്ലാം ഉണ്ട്, എന്നിട്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമാണ് നിങ്ങളുടെ? പറ, എല്ലാം നിങ്ങൾക്കുണ്ട്, എന്നിട്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ലെങ്കിലോ അതെന്ത് ജീവിതമാണ്? ബെറ്റർ ജയിലല്ലേ ആയിരുന്നു നല്ലത്. നിങ്ങളെ കൊന്നിട്ട് എനിക്ക് ജയിലിൽ പോയി കിടന്നൂടെ? അവിടെ 4 പേരെങ്കിലും ഉണ്ടാവും. ഇവിടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കണേ. പക്ഷേ ഞാൻ ഹാപ്പിയാണ്. അവിടെ എനിക്ക് മദ്യം കയറി അടിച്ചു. ഞാനൊരു മദ്യപാനിയാണല്ലോ ഇപ്പോൾ. എന്നെ മദ്യം കീഴടക്കി കളഞ്ഞു. അപ്പോഴും വിനായകനെ മനസ്സിലാക്കുന്ന ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാം. എനിക്കറിയാം, ഭയങ്കരമായിട്ട് അറിയാം. അല്ല, അത് കളിയാക്കൽ കൂടിയാണ് എനിക്ക് തോന്നുന്നുണ്ട്. കളിയാക്കലല്ല, അത് സത്യമാണത്. നിങ്ങൾ പറഞ്ഞ സത്യമാണ്. ഞാൻ ഇന്നലെ ഞാൻ എൻ്റെ പടത്തിൻ്റെ സംഭവങ്ങൾ എഴുതുമ്പോൾ ഒറ്റൊരാൾ പോലും ചീത്ത പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കമോൺ ചേട്ടാ, കമോൺ നിങ്ങൾ വാന്ന പറഞ്ഞത്. അപ്പോൾ ഞാൻ ഭയങ്കര സങ്കടമായി പോകും. അപ്പോൾ ഇമോഷണൽ അടിച്ചു പോകും. ഞാൻ ഭയങ്കര സങ്കടമായി പോകും. ഇത്ര ഞാൻ വൃത്തികെട്ടവനായ എന്നെ ഇപ്പോഴും ആൾക്കാർ ഇഷ്ടപ്പെടുമെന്ന് അറിയുമ്പോൾ അതാണ് ഏറ്റവും വലിയ പെയിൻ. ഏറ്റവും വലിയ പെയിൻ അതാണ്. നിങ്ങളെന്നെ വിളിച്ച് ചീത്ത പറയാൻ എനിക്ക് കുഴപ്പമില്ല. ഇപ്പോഴും നിങ്ങൾ എന്നോട് എന്താണ് ഈ ഏട്ടാന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ മരിച്ചു പോകും. മരിച്ചതിന് തുല്യമാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ്ലെസ് ആയി പോകും. പ്രേമം പോലെ തന്നെ പ്രേമത്തിനും ഇതേപോലെ വെയിറ്റ്ലെസ് ഉണ്ട്, ഈ സംഭവത്തിനും വെയിറ്റ്ലെസ് ഉണ്ട്. അപ്പോൾ നമ്മൾ തകർന്നു പോകും. അങ്ങനെ ഞാൻ തകർന്നിരിക്കണേണ്. അങ്ങനെ ഒരാളുടെ മുന്നിലേക്ക് ഒരാൾ കഥയായിട്ട് ഒരു സിനിമയായിട്ട് വരുമ്പോൾ അവരെങ്ങനെ നിങ്ങൾ കൺവിൻസ് ചെയ്യും? അല്ലെങ്കിൽ ഇപ്പോൾ ഈ 2 പേര് തന്നെ ഈ സിനിമ അതാണ് അവിടെ നടന്നിരിക്കുന്നത്. വിനായകൻ എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായിട്ടും അല്ലെങ്കിൽ കൃത്യമായിട്ടും മറുപടി നൽകുന്നുണ്ട്. ഇങ്ങനെ ഒരു വിനായകനെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിച്ചത്. ഇങ്ങനെ ഒരു വിനായകനെ തന്നെയാണ് നമുക്ക് മമ്മൂക്ക തിരികെ നൽകിയിരിക്കുന്നത്. അപ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ആ ഒരു സ്നേഹം കൊണ്ട്, അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ സ്നേഹം കൊണ്ട് തന്നെ വിനായകനെ കീഴ്പ്പെടുത്തി എന്നുള്ളതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉദാഹരണം തന്നെയാണിത്. വിനായകൻ പറയുന്നുണ്ട്, അയാൾക്ക് എല്ലാ ആളുകൾക്കിടയിലും പോകണമെന്ന് ആഗ്രഹമുണ്ട്, സിനിമ കാണണമെന്ന് ആഗ്രഹമുണ്ട്, തിയേറ്ററിൽ പോയിട്ട്, പക്ഷെ പറ്റുന്നില്ല. എല്ലാം ഉണ്ടായിട്ടും ഇതൊന്നും പറ്റാത്തതല്ലേ ഏറ്റവും വലിയ വിഷമകരമായ അവസ്ഥ എന്നാണ് വിനായകൻ ചോദിക്കുന്നത്. പിന്നെ വിനായകൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇത്രയും വൃത്തികെട്ട എന്നെ ഇത്രയും അധികം ജനങ്ങൾ ഇപ്പോൾ സ്നേഹിക്കുന്നു. അത് കാണുമ്പോൾ എനിക്ക് വിഷമമാണ് തോന്നുന്നത്. ഞാൻ ചത്തു എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നതെന്നാണ് വിനായകൻ പറയുന്നത്. അത് വിനായകൻ്റെതായിട്ടുള്ള രീതിയിൽ വിനായകൻ ചിന്തിക്കുന്നതാണ്. പക്ഷേ വിനായകൻ ഇത്രയും നാളും വിനായകൻ ഉണ്ടായിരുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ വിനായകൻ ഇത്രയും നാളും ഉണ്ടായിരുന്ന ഒരു ബ്ലാക്ക് മാർക്ക്
ഇതെല്ലാം മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? മമ്മൂക്കയോടൊപ്പം ഒരു വേദി പങ്കിട്ടതുകൊണ്ടോ മമ്മൂക്കയോടൊപ്പം ഒരു സിനിമയിൽ അഭിനയിച്ചതുകൊണ്ടോ ഒക്കെ തന്നെയാണ് ഇതിൽ മാറ്റം ഉണ്ടായിരിക്കുന്നത്. ആ മമ്മൂക്കയുടെ ഒരു ചേർത്ത് പിടിക്കലിൽ തന്നെ ആ വിനായകൻ മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വിനായകൻ വീണ്ടും വീണ്ടും വാ തോരാതെ എടുത്തെടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്, മമ്മൂക്കയുടെ ഓറ. അത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, അത് ഭയങ്കര ഓറയാണ്, ഭയങ്കര ശക്തിയാണ്, എനിക്കത് പറ്റുന്നില്ല എന്നാണ് വിനായകൻ പറയുന്നത്. അപ്പോൾ അത് സത്യമായി വരികയല്ലേ? മമ്മൂക്കയുടെ ഉള്ളിൽ എന്തോ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയിൽ കൂടി തന്നെയാണ് മമ്മൂക്ക വിനായകനെ കീഴ്പ്പെടുത്തിയത്, അതേപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളെ കീഴ്പ്പെടുത്തുന്നതും. ആ ഒരു ശക്തി എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രത്യേകം ഞാൻ പറയണം. പിന്നെ വേറെ റീലിൽ ഞാൻ കണ്ടു, മമ്മൂക്ക ക്യാൻസർ വന്ന് മരിച്ചു പോകും, മമ്മൂക്ക തീരും എന്നൊക്കെ ഈ സൈഡ് നോക്കി അറിയാൻ പറ്റും. മമ്മൂക്ക തീരും, മമ്മൂക്ക ഉടനെ തീരും, മമ്മൂക്കയ്ക്ക് ഇനി ഒരു പരിപാടി ഉണ്ടായില്ല, മമ്മൂട്ടി ചത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മമ്മൂട്ടിയെ കൊന്ന് കുഴിച്ചു മൂടിയ കുറച്ച് മോഹൻലാൽ ഫാൻസ് ആയിട്ടുള്ള കുറച്ച് തോൽവികളുണ്ട്. മരവാഴകൾ, അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് അവന്മാർ ഇത് തന്നെയായിരിക്കും പറയുന്നത്. അപ്പോൾ അവന്മാർക്കെല്ലാം തിരിച്ച് അന്നനാളം നിറയ്ക്കുന്ന രീതിയിലുള്ള മറുപടിയുമായിട്ട് തന്നെയാണ് ഇക്കയുടെ തിരിച്ചുവരവ് വന്നിരിക്കുന്നത്. മലയാളത്തിൻ്റെ മൂത്തവൻ, അയാൾ എന്തായാലും ഒരു ദിവസം മണ്ണിനടിയിൽ പോകും. അത് ഏതൊരു മനുഷ്യനാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ശരീരത്തിൽ മണ്ണ് പറ്റും ഒരു ദിവസം. പക്ഷേ ഈ ഒരു മുതലിൻ്റെ ശരീരത്തിൽ എപ്പോൾ മണ്ണ് പറ്റുമെന്നുള്ളതിൻ്റെ ഒരു കലണ്ടർ ഇതുവരെയും ആരും അച്ചടിച്ചിട്ടില്ല, ഇനി അത് അച്ചടിക്കാൻ പോകുന്നുമില്ല. അപ്പോൾ മമ്മൂട്ടിയുടെ ചില സിനിമകളിൽ മമ്മൂട്ടി പറഞ്ഞതുപോലെ, ഞാൻ മരിക്കണമെന്നുള്ളത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്, ആ സമയത്ത് ഞാൻ മരിച്ചോളാം എന്നുള്ള രീതിയിൽ മമ്മൂട്ടിയെ വെറുത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ മമ്മൂട്ടി എല്ലാ ആളുകളും സ്നേഹിക്കുകയാണ്. കാരണം മമ്മൂട്ടിയുടെ മനസ്സെന്താണെന്ന് ഇപ്പോഴാണ് പലർക്കും മനസ്സിലായത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എല്ലാ ജനങ്ങളെയും മനസ്സിലാക്കുന്ന, അല്ല എല്ലാ ജനങ്ങളും തന്നെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് മമ്മൂട്ടിയെ പോലൊരു മനുഷ്യന് മാത്രം കിട്ടുന്നൊരു പുണ്യം തന്നെയാണ്. മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യനോട് ഒരുപാട് ആരാധനയോടുകൂടി തന്നെ, അല്ല മമ്മൂട്ടിയോട് ഒരുപാട് സ്നേഹത്തോടു കൂടി തന്നെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. വിനായകനെ ഈ രീതിയിൽ മാറ്റിയെടുത്ത് മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു അതുല്യ കലാകാരൻ ഇനിയും ഒരുപാട് നാളുകൾ ഉണ്ടാവട്ടെ. ഇനിയും അദ്ദേഹത്തിന് ദീർഘായുസ്സോടു കൂടി തന്നെ ജീവിച്ച് അദ്ദേഹത്തിന് നല്ല രീതിയിൽ നല്ല സിനിമകൾ ചെയ്തു പോകാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.